8ാം ശമ്പള കമ്മീഷൻ ശുപാർശ നടപ്പാക്കുമ്പോൾ അടിസ്ഥാന ശമ്പളം 3 ഇരട്ടിയോളം വർദ്ധിച്ച് 51,000 രൂപയാകുമോ? കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ വൈകാതെ അംഗീകരിക്കുമെന്നിരിക്കെ പ്രതീക്ഷകൾക്കും നിഗമനങ്ങൾക്കും വാനോളം പൊക്കം. അടുത്ത ജനുവരിയിൽ കമ്മീഷൻ ശുപാർശകൾ പ്രാബല്യത്തിൽ വരേണ്ടതാണ്. കഴിഞ്ഞ ജനുവരിയിൽ സർക്കാർ പ്രഖ്യാപിച്ചതല്ലാതെ കമ്മീഷൻ ഇനിയും രൂപവൽക്കരിച്ചിട്ടില്ല. അനിൽ അംബാനി ഉടമസ്ഥനായ റിലയൻസ് ഡിഫൻസ് ജർമ്മനിയിലെ റീൻ മെറ്റൽ AG എന്ന കമ്പനിയുമായി പടക്കോപ്പ് നിർമ്മാണ കരാറിലെത്തി. അനിൽ അംബാനിയെ തകർച്ചയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഇതിന് കഴിയുമോ എന്ന കാര്യം വൈകാതെ തെളിഞ്ഞു വരും. രാജ്യത്തെ ഏറ്റവും വലിയ 3ാമത്തെ ആയുധ നിർമ്മാണ കമ്പനിയാകാനാണ് റിലയൻസ് ഡിഫൻസിന്റെ ശ്രമം. ഇന്ത്യയിലെ മദ്യവിപണിക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ലഹരി പിടിച്ച കയറ്റം. വിൽപ്പനയിലും ലാഭത്തിലും നേട്ടം. പ്രീമിയം ബ്രാൻഡുകളുടെ വിൽപ്പനയിൽ കുതിപ്പ്. ബിയറിന് താൽപ്പര്യക്കുറവ്. മദ്യ കമ്പനി ഓഹരികൾക്ക് വിപണിയിൽ ഉണർവ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നിർദ്ദേശത്തിൽ പ്രവാസികൾക്ക് നേരിയ ഇളവ്. നാട്ടിലേക്ക് അയക്കുന്ന പണത്തിനുള്ള നികുതി 5% എന്നത് 3.5% തിരുത്തി. അടുത്ത ജനുവരി 1 മുതൽ പ്രാബല്യം. ഇന്ത്യയിൽ ഏറ്റവും ലാഭമുണ്ടാക്കുന്ന ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പൊതുമേഖലാ ബാങ്കുകളെല്ലാം ചേർന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നേടിയ ലാഭത്തിൽ 40%വും SBIയുടേത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 16% വർദ്ധിച്ച് 70,901 കോടി രൂപയിൽ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.